ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആൻസർക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നു. അപ്പോൾ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സോ എക്കണോമിക്സിൻ്റെ പോർഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡ് പ്രകാരം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ പ്രിൻസിപ്പൽ ഫീച്ചർ ഓഫ് നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് ഇൻ 1954 അല്ലെ, 1954 നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാന സവിശേഷതകളാണ് ചോദ്യം അല്ലെ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് അറിയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സോ എത്ര പേര് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്നറിയില്ല. എന്തൊക്കെയാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, കമ്മിറ്റി റിപ്പോർട്ടിന്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്, ഈ നാഷണൽ ഇൻകം കമ്മിറ്റി എന്ന് പറയുന്നത് 1949 മഹാലാൽ നോബീസിന്റെ അധ്യക്ഷതയിൽ നിലവിൽ വന്നൊരു കമ്മിറ്റിയാണ് നാഷണൽ ഇൻകം കമ്മിറ്റി എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റി ആദ്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് 1951 പിന്നീട് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചത് 1954 അതുകൊണ്ടാണ് ഈ കമ്മിറ്റി നാഷണൽ ഇൻകം കമ്മിറ്റി 1954 എന്നറിയപ്പെടുന്നത്. സോ ഈ കമ്മിറ്റിയുടെ പ്രധാന സവിശേഷതകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രധാന ഫീച്ചേഴ്സ് എന്നുള്ളതാണ് റെഡിങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഡ്യൂറിംഗ് 1950-51 അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് നിയർലി ഹാഫ് ഓഫ് ദി നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെ. നാഷണൽ ഇൻകത്തിന്റെ ഹാഫ് പോർഷനും കോൺട്രിബ്യൂഷൻ വരുന്നത് എവിടെ നിന്നാണ്? അഗ്രികൾച്ചർ എന്നാണെന്ന് പറയുന്നത്. സോ അതന്നെയാണോ നാഷണൽ ഇൻകം കമ്മിറ്റിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്? യെസ്, അഗ്രികൾച്ചർ ഇൻക്ലൂഡിംഗ് ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറി കോൺട്രിബ്യൂട്ടഡ് അബൌട്ട് 1/2 ഓഫ് ദി നാഷണൽ ഇൻകം ഡ്യൂറിംഗ് 1950-51. അപ്പൊ കറക്റ്റ് ആണല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അല്ലെ? നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് നിയർലി ഹാഫ് ഓഫ് ദി നാഷണൽ ഇൻകം. എന്താണ് പറയുന്നത്? നമുക്ക് എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് നോക്കാം. മൈനിങ്, മാനുഫാക്ചറിങ്, ഹാൻഡ് ട്രേഡേഴ്സ് കോൺട്രിബ്യൂട്ടഡ് നിയർലി 1/6 ഓഫ് ദി നാഷണൽ ഇൻകം എന്നാണ് പറയുന്നത്. നിയർലി 1/6 ഓഫ് ദി നാഷണൽ ഇൻകം. കൊമേഴ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോൺട്രിബ്യൂട്ടഡ് ലിറ്റിൽ മോർ ദാൻ 1/6 ഓഫ് ദി ടോട്ടൽ നാഷണൽ ഇൻകം. Income earned from other services such as provisions, liberal arts, house property, administrative and domestic services contributed nearly 15% of the total national income. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം അല്ലെ. ഈ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിലൊന്ന് നമ്മൾ കണ്ടു, കറക്റ്റ് ആണ്. പക്ഷെ അതുപോലെ മൈനിങ്, മാനുഫാക്ചറിങ്, ഹാൻഡിക്രാഫ്റ്റ് എത്രയാണ് ഇവിടെ പറയുന്നത്? 1/4 ആണ് പറയുന്നത്. എങ്ങനെയാണോ? 1/4 ആണോ? അല്ല, നമ്മുടെ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? 1/6 ആണെന്നാ പറയുന്നത് അല്ലെ. 1/6 ഓഫ് ദി നാഷണൽ ഇൻകം ആണ്, നോട്ട് 1/4 അല്ല, 1/6 ആണ് അല്ലെ. ഇവിടെ 1/6 ആണെങ്കിൽ കറക്റ്റ് ആവുമായിരുന്നു. 1/6 ഓഫ് ദി നാഷണൽ ഇൻകം ആണ്. അതുപോലെ കൊമേഴ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട് ലിറ്റിൽ മോർ ദാൻ 1/6 ഓഫ് ദി ടോട്ടൽ നാഷണൽ ഇൻകം. അത് കറക്റ്റ് ആണ് അല്ലെ. കൊമേഴ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എത്രയാണ്? 1/6 ഓഫ് ദി, നിയർലി 1/6 ഓഫ് ദി ഓർ ലിറ്റിൽ മോർ ദാൻ 1/6 ഓഫ് ദി ടോട്ടൽ നാഷണൽ ഇൻകം എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. 1/4 അല്ല, 1/6 ആണ്. അല്ല, അതർ സർവീസസ് എന്താണ്? ലിബറൽ ആർട്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് തുടങ്ങിയവ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 15% എന്നാ പറയുന്നത്. സോ ഈ 15% എന്ന് പറയുന്നത് 15% ഓഫ് ദി നാഷണൽ ഇൻകം ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. കറക്റ്റ് ആണ്. 15% income earned from other services such as provisions, liberal arts, house property, domestic services contributed nearly 15% of total national income. ഇത് കറക്റ്റ് ആണ്. സോ എന്തൊക്കെയാണ്? 1, 3 and 4 ഇത് 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 1/4 അല്ല, 1/6 ആണ്. സോ 1, 3, 4 വരുന്ന ഓപ്ഷൻ അല്ല, 1, 3, 4 ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം സി തന്നെയായിരുന്നു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് പറഞ്ഞ സെയിം കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് അറിയായിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലെ. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. സോ
നെക്സ്റ്റ് ഗിവൺ ഒരു അസേഷൻ റിസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡിവാലുവേഷൻ ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പ്രോഗ്രാം. ഡിവാലുവേഷൻ എന്താണ് അറിയപ്പെടുന്നത്? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഡിവാലുവേഷൻ എൻകറേജസ് സ്വിച്ചിങ് ഓഫ് എക്സ്പെൻഡിച്ചർ ബിറ്റ്വീൻ ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഗുഡ്സ്. അത് ശരിയാണോ? ഈ അസേഷനെ സാധൂകരിക്കുന്നുണ്ടോ റീസൺ എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം അതിന്റെ ഡിവാലുവേഷൻ എന്താണെന്ന് അറിയാം അല്ലെ. ഡിവാലുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിവാലുവേഷൻ എന്താണ്? ഇറ്റ്സ് ദ ഡെലിബറേറ്റ് റിഡക്ഷൻ ഓഫ് കൺട്രീസ് കറൻസി അല്ലെ, വാല്യൂ ഓഫ് ദി കറൻസി അല്ലെ. ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി, ബോധപൂർവം കറൻസിയുടെ വാല്യൂ കുറക്കുന്നതിനെയാണ്, ഡെലിബറേറ്റ്ലി കുറക്കുന്നതിനെയാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിവാലുവേഷൻ ഈസ് ആൻ എക്കണോമിക് പോളിസി or country or a government deliberately lowers the value of its currency relative to other currencies or relative to foreign currency in a fixed exchange rate system അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിവാലുവേഷൻ നടത്തുന്നത്? ടു ബൂസ്റ്റ് എക്സ്പോർട്സ് അല്ലെ, റെഡ്യൂസ് ഇമ്പോർട്ട്സ് കുറക്കുന്നതിന് വേണ്ടി, അതുവഴി എക്സ്പോർട്ടിംഗ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറക്കുക എന്നുള്ള ലക്ഷ്യമാണ്. സോ ഡിവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പോളിസി ആണ്. ബോധപൂർവം എന്ത് ചെയ്യുന്നത്? കറൻസിയുടെ വാല്യൂ കുറക്കുന്നത് റിലേറ്റീവ് ടു ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. ഡിവാലുവേഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കറൻസി, അതായത് ഇന്ത്യൻ റുപ്പിക്ക് ഡിവാലുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസി ചീപ്പർ ആവുകയാണ് റിലേറ്റീവ് ടു ഫോറിൻ കറൻസി. ഫോർ എക്സാമ്പിൾ എന്താണ്? US ഡോളർ എടുക്കുകയാണെങ്കിൽ US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഫോറിൻ കറൻസി ആയിട്ടുള്ള US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുകയാണ്. അതിനെയാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. മൂല്യം മനഃപൂർവ്വം കുറക്കുന്നു. അപ്പോൾ നമ്മുടെ കറൻസി ചീപ്പർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് റിലേറ്റീവ്ലി ചീപ്പർ ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഫോറിൻ ബയേഴ്സിനെ സംബന്ധിച്ച്. അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ പണം ഉപയോഗിച്ച്, അവരുടെ കറൻസി ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. സോ നമ്മുടെ മാർക്കറ്റ് ചീപ്പർ ആണ്, നമ്മുടെ ഗുഡ്സ് ചീപ്പർ ആണ്. ഫോറിൻ ബയേഴ്സിനെ സംബന്ധിച്ച്, ഫോറിൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് ചീപ്പർ ആണ് എന്നുള്ളതാണ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഡിവാലുവേഷൻ കാരണം ഡൊമസ്റ്റിക് ഗുഡ്സ് ചീപ്പർ ആവുകയും നമ്മുടെ എക്സ്പോർട്ട് കൂടുകയും ചെയ്യും അല്ലെ. ഡിവാലുവേഷൻ കാരണം ഡൊമസ്റ്റിക് ഗുഡ്സ് ചീപ്പർ ആവുകയും എക്സ്പോർട്ട് കൂടുകയും ചെയ്യും. നേരെ മറിച്ച് എന്താ സംഭവിക്കുന്നത്? ഫോറിൻ ഗുഡ്സ് നമ്മളെ സംബന്ധിച്ച് അല്ലെ, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഫോറിൻ ഗുഡ്സ് എക്സ്പെൻസീവായി മാറും. അതായത് ഡൊമസ്റ്റിക് കറൻസി കോസ്റ്റ്ലിയർ ആവുന്നതാണ്. സോ ഫോറിൻ ഗുഡ്സ് എക്സ്പെൻസീവായി മാറുന്നു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അല്ലെ. ഫോറിൻ ഗുഡ്സ് എക്സ്പെൻസീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഫോറിൻ ഗുഡ്സ് വാങ്ങുന്നത് കുറയും. സോ ഇമ്പോർട്ട് കുറയും. എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യും അല്ലെ. ഇമ്പോർട്ട് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെ സ്വിച്ച് ദയർ സ്പെൻഡിങ് ഫ്രം ഫോറിൻ ടു ഡൊമസ്റ്റിക് ഗുഡ്സ് അല്ലെ. ഫോറിൻ ഗുഡ്സിൽ നിന്ന് ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ സ്പെൻഡിങ്സ് കുറക്കുന്നു അല്ലെ. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചെടുത്ത്, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. ഫോറിൻ മാർക്കറ്റ് എക്സ്പെൻസീവ് ആവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സ് അവരുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത്, സ്വിച്ച് ദയർ സ്പെൻഡിങ് ഫ്രം ഫോറിൻ ഗുഡ്സ് ടു ഡൊമസ്റ്റിക് ഗുഡ്സ്, ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഡിവാലുവേഷൻ ഒരു എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പ്രോഗ്രാം എന്ന് പറയാം അല്ലെ. ഡിവാലുവേഷൻ എന്തിന് കാരണമാവുന്നു? എക്സ്പെൻഡിച്ചർ സ്വിച്ച് ചെയ്യുന്നതിന് കാരണമാവുന്നു അല്ലെ. നമ്മുടെ സ്പെൻഡിങ് ഫോറിൻ ഗുഡ്സിൽ നിന്ന് ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് കാരണമാവുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡിവാലുവേഷൻ ഒരു എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പ്രോഗ്രാം ആണ്. അതിന്റെ ബെസ്റ്റ് റീസൺ എന്താണ്? ഇത് തന്നെയാണ് അല്ലെ. സോ ബോത്ത് എ ആൻഡ് ആർ അതിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ബോത്ത് എ ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. രണ്ടും ശരിയാണ്. എയുടെ അസേർഷന്റെ സാധൂകരിക്കുന്നത് തന്നെയാണ് റീസൺ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതും എന്താണ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്? എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ സവിശേഷതകൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ എല്ലാണ്ടും ജനറലി കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം 100 ദിവസം തൊഴിൽ നൽകുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് എന്നൊക്കെ അറിയാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് ആർക്കും തെറ്റിക്കാണ്ട് തന്നെ ഒരു സംശയം ഇല്ലാണ്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് അല്ലെ. എവരി ഹൗസ് ഹോൾഡ് ഇൻ rural India will have a right to at least 100 days of guaranteed employment every year for at least one adult member അല്ലെ. ഒരു റൂറൽ ഇന്ത്യയിൽ അല്ലെ, അതായത് ഓരോ ഹൗസ് ഹോൾഡിലും ഒരു മെമ്പറിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാൾ അഡൽട്ട് മെമ്പർക്കെങ്കിലും 100 ദിവസം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കിട്ടണം എന്നുള്ള, അറ്റ്ലീസ്റ്റ് 100 ദിവസത്തെ ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള
ചെയ്യണമെന്നാണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് അല്ലെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ സവിശേഷതയാണെന്ന് കൃത്യമായിട്ട് ഒപ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ passed the Mahatma Gandhi National Rural Employment Guarantee Act 2005 in സെപ്റ്റംബർ 2005 ഈ ഒരു ആക്ട് പാസ് ചെയ്തത്. സോ ഇത് എന്താണ് ഈ ആക്ട് പറയുന്നത്? ലീഗലി എന്ത് ചെയ്യുന്നത്? ഗ്യാരണ്ടി 100 days ഓഫ് വേജ് എംപ്ലോയ്മെന്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അഡൽട്ട് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നത്? ലീഗലായിട്ട് 100 ദിവസം തൊഴിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ആർക്ക്? who demand employment and are willing to do unskilled manual work എന്നുള്ളതാണ്. ഈ ഒരു പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 14 days കണ്ടിന്യൂസ്ലി വിത്ത് നോട്ട് മോർ ദാൻ 6 days in a week. 6 ദിവസത്തിൽ കൂടാനും പാടില്ല. ഒരാഴ്ചയിൽ 6 ദിവസത്തിൽ കൂടുതൽ ജോലി ഉണ്ടാകാനും പാടില്ല. ഒരു ദിവസം ഓഫ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. പിന്നെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ വേജ് സീക്കേഴ്സ് എന്ന് പറയുന്നത് 1/3 ഓഫ് ദി വേജ് സീക്കേഴ്സ് ആരാണ്? വുമൺ ആണ്. ഇതൊന്നും നമുക്ക് ഓപ്ഷനിലില്ല. നമുക്ക് ഒന്നാമത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇത്. 100 days എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക അറ്റ്ലീസ്റ്റ് 1 അഡൽട്ട് മെമ്പർക്കെങ്കിലും. ഇവിടെ സോഷ്യൽ ഓഡിറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ഗ്രാമസഭ അല്ലെ. ഇവിടെ നമ്മൾ ഇത് പറയുന്നത് നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ നോക്കൂ. ദ ഗ്രാമസഭ വിൽ മോണിറ്റർ ദ വർക്ക് ഓഫ് ദി ഗ്രാമപഞ്ചായത്ത് ബൈ വേ ഓഫ് എ സോഷ്യൽ ഓഡിറ്റ്. ഗ്രാമസഭയാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. സോ 1 and 4 കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അവിടെ ഷാൾ പ്രൊവൈഡ് അൺസ്കിൽഡ് മാനുവൽ വർക്ക് ടു ആൻ ആപ്ലിക്കന്റ് വിത്തിൻ 15 days ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ പ്രിഫറബ്ലി വിത്തിൻ എ റേഡിയസ് ഓഫ് 5 kilometers ഓഫ് ദി വില്ലേജ്. ഒരു വില്ലേജിന്റെ 5 കിലോമീറ്റർ പരിധിയിലായിരിക്കണം ജോലി നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അൺസ്കിൽഡ് മാനുവൽ വർക്ക് ടു ആപ്ലിക്കന്റ് വിത്തിൻ 15 days ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. അല്ല ഇൻ കേസ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാത്തിനും പുറത്താണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ദൂരത്തിലാണ് ജോലി നൽകുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് ഒരു 10% വേജ് റേറ്റ് എക്സ്ട്രാ കൊടുക്കണം. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലിവിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. സോ 15 ദിവസത്തിനുള്ളിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. എന്താ പറയുന്നത്? ദ വർക്ക് ഷുഡ് ബി ഗിവൺ 13 days വിത്തിൻ 13 days ആണ് ഓഫ് ഡിമാൻഡിങ് ഇറ്റ്. വിത്തിൻ 13 അല്ല 15 ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത്. and the work should be located within 5 kilometer of distance എന്നാണ്. 30 ദിവസത്തിനല്ല 15 ദിവസമാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. പിന്നെന്താണ്? 5% ഓഫ് വേജസ് deducted as contributions to welfare schemes like health insurance, accident insurance, etc. അപ്പൊ നമുക്ക് 1 കറക്റ്റ് ആണ് അറിയാം, 2 തെറ്റാണ് അല്ലെ, 4 കറക്റ്റ് ആണ്, പിന്നെ 3 ആണ് അറിയാത്തത്. സോ 1 ഉം 4 ഉം കറക്റ്റ് ആണെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് നോക്കൂ. 1 ഉം 4 ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 1 ഉം 4 ഉം വരുന്ന ഓപ്ഷൻ അല്ലെ. 2 തെറ്റാണെന്ന് അറിയാം. സോ ഫസ്റ്റ് ഓപ്ഷൻ അല്ല അല്ലെ, 2 ഉള്ള ഓപ്ഷൻ അല്ല. ഓൾ ദി അബവ് എന്തായാലും വരില്ല. പിന്നെ ബാലൻസ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 3 and 4 ഓൺലി എന്നുള്ളതാണ്. സോ ഇതിന്റെ ഓപ്ഷൻ ആൻസർ വരിക 1, 3 and 4 ആണ്. നെക്സ്റ്റ് വൺ, which is are not true in connection with ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായി കണക്ട് ചെയ്ത് കണക്ഷൻ അല്ലാത്തത് ഏതാണ് എന്ന ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഫോക്കസ്ഡ് ഓൺ ഓട്ടോമേഷൻ അല്ലെ. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്ലാസ്സിൽ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് ബന്ധമില്ലാത്തത്? എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ ഓട്ടോമേഷൻ ഓഫ് സിംഗിൾ മിഷൻ ആൻഡ് പ്രോസസ്. ഓട്ടോമേഷൻ പറയുന്നത് ഏത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്? ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റീം പവർ ആൻഡ് വാട്ടർ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് എനർജി ആണ്. തേർഡ് ആണ് ഓട്ടോമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് ഓട്ടോമേഷൻ പറയുന്നത് ഇസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് തേർഡ് ആണ്. ഫോർത്ത് വരുന്നത് എന്താണ്? സൈബർ ഫിസിക്കൽ സിസ്റ്റംസും ആയിട്ട് നമ്മുടെ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ഫോർത്ത് വരുന്നത്. സോ ഇവിടെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ഓട്ടോമേഷൻ ഓഫ് സിംഗിൾ മിഷൻ ആൻഡ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ, കമ്പ്യൂട്ടർ ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിജിറ്റൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഓഫറിങ്സ് അല്ലെ. സെക്കൻഡ് വൺ എവിടെയാണ് വരുന്നത്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. അതെ, ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. സോ അസംബ്ലി ലൈൻ ലെഡ് മാസ് പ്രൊഡക്ഷൻ വിത്ത് യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിസിറ്റി ഞാൻ പറഞ്ഞു ഏത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്? സെക്കൻഡ് ഇൻഡസ്ട്രിയൽ
റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സെക്കൻഡ് ആണ് എന്ത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് എനർജി എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സോ അതുമല്ല. Bring together technology forces such as IoT or Internet on Things or Internet of Things, cloud computing, big data analytics, augmented reality, robotics, etc. So fourth industrial revolution ആണ് നമ്മുടെ fourth industrial revolution എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റംസും ആയിട്ട് ടെക്നോളജി ആയിട്ടാണ്. ആൻഡ് ഈസ് മാർക്ക്ഡ് ബൈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി 4.0 എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0. It is marked by the convergence of multiple advanced technologies അല്ലെ. It is the advanced technologies ഒരു convergence ആണ് ഇവിടെ വരുന്നത്. ഏതൊക്കെ? ഇൻക്ലൂഡിങ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, AI തുടങ്ങി അഡ്വാൻസ്ഡ് ടെക്നോളജീസിന്റെ ഒരു കൺവേർജൻസ് ആണ് നമുക്ക് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. സോ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും. അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റും തേർഡും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായി റിലേറ്റ് ചെയ്തതാണ്. സോ 1 and 3 ഈസ് നോട്ട് റിലേറ്റഡ് ടു ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. അല്ല നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. If the marginal opportunity cost is constant, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താണെന്നുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ഷേപ്പ് അല്ലെ, PPFന്റെ അല്ലെ PPCയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ കോമൺ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺകേവ് ടു ദി ഒറിജിൻ ആണ് അല്ലെ, കോൺകേവ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് കോൺകേവ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്? എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ്, ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ കമ്മോഡിറ്റീസ്. എക്സ് ആൻഡ് വൈ കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്ടും ഗിവൺ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കമ്മോഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? PPF അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. The different combination of two commodities that can be produced by using a given amount of resources and ടെക്നോളജി. അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അഡീഷണൽ യൂണിറ്റ് വൈ നമ്മൾ വേണ്ടാന്ന് വെക്കണം അല്ലെ. എക്സ് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വൈ ഇത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. എക്സ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വൈന്റെ പ്രൊഡക്ഷൻ കുറയും. സോ ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മോർ യൂണിറ്റ് ഓഫ് വൈ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. സോ എന്താണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ് അല്ലെ. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന വൈയുടെ അളവ് എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മൾ ഇത്രയും വൈ ആണ് വേണ്ടാന്ന് വെക്കുന്നത്, ഇത്രയും വൈ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് എക്സ്ട്രാ അഡീഷണൽ എക്സ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇത്രയും വൈ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. സോ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. സോ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിങ് ആകുന്ന നോർമൽ കേസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്? കോൺകേവ് ആയിരിക്കും. നമ്മുടെ പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക അല്ലെ? കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനർത്ഥം ഗിവൺ റിസോഴ്സസ് ആർ ഈക്വലി സ്യൂട്ടഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ടു ഗുഡ്സ്. എക്സിന്റെയും വൈന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസിന് ഈക്വലി ആണ് ഉപയോഗിക്കുന്നത്, രണ്ടും ഈക്വലി ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ? നൺ ഓഫ് ദി അബവ് എന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. വൺസ് ദ നീഡ് ഫോർ പോളിസി ചേഞ്ച് ഈസ് റെക്കഗ്നൈസ്ഡ്. നമുക്കൊരു പോളിസി ചേഞ്ചിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദി ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ദ പോസിബിൾ ഓൾട്ടർനേറ്റീവ് പോളിസീസ് അല്ലെ. ഗവൺമെന്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോളിസീസിനെയും ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ചോദിക്കുന്നത്. റെക്കഗ്നിഷൻ ലാഗ്, ഇംപാൽ ലാഗ്, ഡിസിഷൻ ലാഗ്, ഇംപ്ലിമെന്റേഷൻ ലാഗ്. നിങ്ങൾ നോക്കൂ, വൺസ് ദ നീഡ് ഫോർ പോളിസി ചേഞ്ച് ഈസ് റെക്കഗ്നൈസ്ഡ്. അതായത് ഒരിക്കൽ നമുക്ക് പോളിസി ചേഞ്ചിന്റെ ആവശ്യം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടാൽ, അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെയാണ് നമ്മൾ റെക്കഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്. എന്താണ് റെക്കഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്?
പിന്നീട് ആ പോളിസി ഓരോന്നും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ ഇമ്പാക്ട് ലാഗ് എന്താണ്? റെക്കഗ്നിഷൻ ലാഗ് എന്ന് പറഞ്ഞാൽ ദ ടൈം ടു ഐഡന്റിഫൈ ദ നീഡ് ഫോർ എ പോളിസി ചേഞ്ച് എന്നുള്ളതാണ്. ഇമ്പാക്ട് ലാഗ് എന്താണ്? ടൈം ഫോർ ദി എഫക്ട് ഓഫ് ദി പോളിസി ടു ബി ഫെൽറ്റ് ഇൻ ദി എക്കോണമി. ഒരു പോളിസി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പോളിസിയുടെ എഫക്ട് എക്കോണമിയിൽ എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ എടുക്കുന്ന സമയം, ആ ഇമ്പാക്ട് എന്താണ് എന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഇമ്പാക്ട് ലാഗ് എന്ന് പറയുന്നത്. എന്താണ് ഡിസിഷൻ ലാഗ്? ടൈം ടു ഇവാലുവേറ്റ് ആൻഡ് ഡിസൈഡ് ഓൺ ബെസ്റ്റ് പോളിസി ഓപ്ഷൻ. ഏതാണ് നല്ല പോളിസി ഓപ്ഷൻ എന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയമാണ്. ടൈം ടു ഇവാലുവേറ്റ് ആൻഡ് ഡിസൈഡ് ഓൺ ദ ബെസ്റ്റ് പോളിസി ഓപ്ഷൻ. ബെസ്റ്റ് പോളിസി ഏതാണെന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഡിസിഷൻ ലാഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ദ ഗവൺമെന്റ് ഹാസ് ടു ഇവാലുവേറ്റ് ദ പോസിബിൾ ഓൾട്ടർനേറ്റീവ് പോളിസീസ്. അല്ലെ, സാധ്യമായ പോളിസീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ പ്രോസസ് ഏതായിരിക്കും? അപ്പോൾ ഡിസിഷൻ ലാഗ് ആണ്. ഏത് പോളിസിയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് എടുക്കുന്നതിനുള്ള വേണ്ടി എടുക്കുന്ന സമയമാണെങ്കിൽ അത് ഡിസിഷൻ ലാഗ് ആണ്. അത് നടപ്പിലാക്കിയ പോളിസിയുടെ ഇമ്പാക്ട് തിരിച്ചറിയാൻ എടുക്കുന്ന സമയമാണ് ഇമ്പാക്ട് ലാഗ്. ഇംപ്ലിമെന്റേഷൻ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിസി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈഡ് ചെയ്ത പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ടൈം ടു എനാക്ട് ആൻഡ് ഓപ്പറേഷണലൈസ് ദ ചൂസൺ പോളിസി. നമ്മൾ ഡിസൈഡ് ചെയ്ത പോളിസി നടപ്പിലാക്കാൻ എടുക്കുന്ന സമയമാണ് ഇംപ്ലിമെന്റേഷൻ ലാഗ് എന്ന് പറയുന്നത്. സോ ഏത് പോളിസി നടപ്പിലാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പോളിസീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ഡിസിഷൻ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അല്ലെ, വേറെ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സ്റ്റേണാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അല്ലെ, എക്സ്റ്റേണാലിറ്റി നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഫെയിലിയറിന്റെ ഒരു പ്രധാന മേജർ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ്റ്റേണാലിറ്റി ആയിരുന്നു. ആ മാർക്കറ്റ് ഫെയിലിയർ ആണ് കേട്ടോ ഇവിടെ എക്കണോമിക് ഇൻഎഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണാലിറ്റീസ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് എക്കണോമിക് ഇൻഎഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ പറയുന്നത് എക്സ്റ്റേണാലിറ്റീസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ മാർക്കറ്റ് പ്രൈസസ്. അല്ലെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻഎഫിഷ്യൻസിയുടെ ഒരു സോഴ്സ് ആണ്. അല്ലെ, മാർക്കറ്റ് ഫെയിലിയറിന്റെ ഒരു കാരണമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്? അല്ലെ, അതായത് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവോ ആകാം നെഗറ്റീവോ ആകാം. അല്ലെ, അതായത് ഒരു സാമ്പത്തിക പ്രവർത്തനത്തിന്റെ കോസ്റ്റ് അല്ലെ ബെനിഫിറ്റിനെ അത് എങ്ങനെയാണ് ഒരു തേർഡ് പാർട്ടിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. The cost or benefit of economic activity that affect third parties who are not involved in the activity. ആ ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്ത ഒരാളെ തേർഡ് പാർട്ടീനായ ഒരു പ്രവർത്തനം ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ ബാധിക്കാം, പോസിറ്റീവായിട്ടും ബാധിക്കാം, നെഗറ്റീവായിട്ടും ബാധിക്കാം. ഇത് എന്തിനു കാരണമാകും? മാർക്കറ്റ് ഫെയിലിയറിനും എക്കണോമിക് ഇൻഎഫിഷ്യൻസിക്കും കാരണമാകുന്ന പറയാം. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡ്യൂസർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കൺസ്യൂമേഴ്സ് വാങ്ങുന്നു, പക്ഷെ അതിന്റെ ചുറ്റും താമസിക്കുന്ന ആ ഇൻഡസ്ട്രീന്റെ ചുറ്റും താമസിക്കുന്നവർക്ക് അതുകൊണ്ട് പൊല്യൂഷൻ ഉണ്ടാവുന്നു. അല്ലെ, അവരായിരിക്കും അതിന്റെ കോസ്റ്റ് ബോൺ ചെയ്യേണ്ടി വരുന്നത്. സോ ആ പൊല്യൂഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അല്ലെ, അതുപോലെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്നാണ് ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. എഡ്യൂക്കേഷൻ അല്ലെ, പ്രൊവൈഡ് ബെനിഫിറ്റ് ടു അതേഴ്സ്. പക്ഷെ ഇതൊന്നും എന്താണ് അതിന്റെ കോസ്റ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണാലിറ്റീസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദി മാർക്കറ്റ് പ്രൈസസ് ബിക്കോസ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ഡു നോട്ട് ഇൻക്ലൂഡ് എക്സ്റ്റേണൽ കോസ്റ്റ് ഓർ ബെനിഫിറ്റ്. ഇപ്പൊ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, അത് ചുറ്റുമുള്ള അതിന് ഏരിയയിലുള്ളവർക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ അതിന്റെ അല്ലെ അവിടെ ഒരു സോഷ്യൽ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ സോഷ്യൽ കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ആ പ്രോഡക്റ്റിന്റെ പ്രൈസിൽ. സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, അതിനടുത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ രോഗം വരാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അലർജിയോ ആസ്മയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാകാം. പക്ഷെ ഇതിന്റെ ഒന്നും കോസ്റ്റ് എന്ന് പറയുന്നത് ആരും ബേൺ ചെയ്യുന്നില്ല. പ്രൊഡ്യൂസർക്ക് അതിനെ കൊണ്ട് യാതൊരുവിധ നഷ്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഇവർക്ക് ഉണ്ടാകുന്ന ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ പ്രൈസിൽ ഇൻവോൾവ് ആവുന്നുമില്ല. സോ എക്സ്റ്റേണാലിറ്റീസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ മാർക്കറ്റ് പ്രൈസസ്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി എ സോഴ്സ് ഓഫ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി എന്ന് പറയാം. മാർക്കറ്റ് ഫെയിലിയറിന്റെ എക്സ്റ്റേണാലിറ്റി എന്നുള്ള ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയുടെ അല്ലെ മാർക്കറ്റ് ഫെയിലിയറിന്റെ ഒരു കാരണമാണ്. കാരണം മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ആ എക്സ്റ്റേണാലിറ്റീസിനെ നമ്മൾ ആ കോസ്റ്റിനെ ഉൾപ്പെടുത്തുന്നില്ല. അല്ലെ, മാർക്കറ്റ് പ്രൈസിൽ കോസ്റ്റിനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ കോസ്റ്റ്, അതായത് സോഷ്യൽ കോസ്റ്റ് എക്കോണമിക്ക് ഉണ്ടാകുന്ന എൻവയോൺമെന്റിന് ഉണ്ടാകുന്ന കോസ്റ്റുകൾ നമ്മൾ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള കോസ്റ്റുകളായാലും നെഗറ്റീവ് ആയിട്ടുള്ള കോസ്റ്റുകളായാലും അത് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. സോ രണ്ടും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ സി ആണ്. അല്ലെ, FRBM ആക്ട് 2003 ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അല്ലെ? എന്തായിരുന്നു പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്? നമ്മൾ ഒന്ന് ക്രോഡീകരിച്ചെടുത്തതാണ് ഇവിടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യുക, അല്ലെ? എക്കണോമിക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക, എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് റവന്യൂ, ഡെപ്റ്റ്, എക്സ്പെൻഡിച്ചർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിയുടെ ബെറ്റർ കോർഡിനേഷൻ, ട്രാൻസ്പെറൻസി ഇൻ ദി ഫിസിക്കൽ ഓപ്പറേഷൻ, അച്ചീവിംഗ് എ ബാലൻസ്ഡ് ബജറ്റ്. ഇതൊക്കെയാണ് FRBM ആക്ടിന്റെ പ്രധാന ഇന്റൻഷൻ എന്ന് പറഞ്ഞിരുന്നത്. സോ എന്താണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് എ ട്രാൻസ്പെറന്റ് ഫിസിക്കൽ മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ദി കൺട്രി. ശരിയാണല്ലേ? ടു ഇൻട്രൊഡ്യൂസ് മോർ ഇക്വിറ്റബിൾ ആൻഡ് മാനേജബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രീസ് ഡെപ്റ്റ് ഓവർ ദി ഇയേഴ്സ്, അല്ലെ? ഓരോ വർഷവും ഇത്ര പെർസെന്റേജ് പറ്റില്ല, അറ്റ്ലീസ്റ്റ് 1% എങ്കിലും കുറക്കുക, അല്ലെ? GDP-യുടെ എത്ര പെർസെന്റേജ്, 9% കൂടുതൽ ഉണ്ടാകാൻ പാടില്ല ഡെപ്റ്റ്, കടമെടുക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോ ടാർഗറ്റുകൾ ഓരോ ടാർഗറ്റുകൾ വെച്ചുകൊണ്ട്, അല്ലെ, എക്കോണമിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക, ഒരു ബാലൻസ്ഡ് ബജറ്റ് ഉണ്ടാക്കുക, ട്രേഡ് ഡെഫിസിറ്റ് കുറക്കുക, ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക, റവന്യൂ ഡെഫിസിറ്റ് കുറക്കുക, ഡെപ്റ്റ് കുറക്കുക. ഇതൊക്കെയാണ് FRBM-ന്റെ എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഫോർ ഇന്ത്യ ഇൻ ദി ലോങ് റൺ, മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. എനിക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം FRBM ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കോണമിയിൽ ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക, ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക, റവന്യൂ ഡെഫിസിറ്റ് കുറക്കുക, ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് FRBM-ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഫോർത്ത് ഓപ്ഷൻ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം. ടു ഗിവ് നെസസറി ഫ്ലെക്സിബിലിറ്റി ടു ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ മാനേജിങ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. ഇത് ഇങ്ങനെ ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയുന്നില്ല, പക്ഷെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഫിസിക്കൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യുക, അല്ലെ? ട്രേഡ് ഡെഫിസിറ്റ് കുറക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക, അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ കാണിക്കുന്നത്? ഗവൺമെന്റിന്റെ ബോറോയിങ് റിക്വയർമെന്റ് ആണ് കാണിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ബോറോയിങ് റിക്വയർമെന്റ് ആണ്. ഇക്കോണമിക്ക് ഇൻഫ്ലേഷണറി പ്രഷർ കുറയുന്നുണ്ട്. മാത്രമല്ല ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്, അല്ലെ? സോ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫ്ലേഷൻ എക്കോണമിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർത്ത് ഓപ്ഷനും കറക്റ്റ് ആണ്, ഓൾ ദി അബവ് ആണ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും, കാരണം ഈ 3 ഓപ്ഷനും ശരിയാണ്, അല്ലെ? 3 ഓപ്ഷനും ശരിയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്കോണമിയിലും ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാമെന്നല്ല, ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷനെ പ്രഷർ ഇല്ലാണ്ടാക്കുന്നുണ്ട്, ബാലൻസ്ഡ് സിറ്റുവേഷൻ അച്ചീവ് ചെയ്യുന്നുണ്ട്, അല്ലെ? പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നത്, ഇതിപ്പം ചിലപ്പം ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ആണോ എക്കണോമിക്സിന്റെ ഏരിയ എന്നാണോ ചോദിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ആയിരിക്കാം മേ ബി, കാരണം നമുക്ക് ഇത് രണ്ടിലുണ്ടല്ലോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. Which of the following represent the total money value of all goods and services produced in an economy in an accounting year? അല്ലെ? അക്കൗണ്ടിങ് ഇയറിൽ എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ എന്താണ് കാണിക്കുന്നത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണോ, നാഷണൽ ഇൻകം ആണോ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണോ? ഈ ഒരു എക്കോണമി എന്നുള്ള വേർഡാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? ഈ ഒരു എക്കോണമി എന്നുള്ള വേർഡ് ചിലപ്പോൾ ഇത് എക്കോണമി ഓഫ് എ കൺട്രി എന്ന് നമുക്ക് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് യാതൊരു സംശയം ഇല്ലാതെ പറയായിരുന്നു. സത്യത്തിൽ ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കലാണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ GNP എന്നാണ് ഉള്ളത്. GNP ആണോ GDP ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ എക്കോണമി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് തന്നെ. എന്നാൽ GNP ആണ് എന്ന് ശരിക്കും ആൻസർ കീ പ്രകാരം GNP ആണ് എന്ന് സമ്മതിക്കാം. പക്ഷെ GNP ആവണമെങ്കിൽ ഇവിടെ എക്സാക്ട് ഇതിന് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട്, ഈ ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടി ആപ്റ്റ് ആവുന്നത് GDP-ക്കാണല്ലോ. സോ GNP അല്ല, അപ്പൊ നമുക്കത് GDP ആണെന്ന് പറയാം. ആക്ച്വലി കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത് GDP-ക്കാണ്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇത് GNP എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഓരോന്നും എന്താണെന്ന് നോക്കുക. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, അല്ലെ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താ കാണിക്കുന്നത്? റെപ്രസെന്റ് നെറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെസിഡൻസ് ഓഫ് ദി കൺട്രി ആണ്, ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് അബ്രോഡ്. സോ അതല്ല, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലാന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ നാഷണൽ ഇൻകം ആണോ? എന്താണ് നാഷണൽ ഇൻകം കാണിക്കുന്നത്? ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ കൺട്രീസ് റെസിഡൻസ്, അല്ലെ, and business include any income from abroad. It is essentially the total earnings from the production of goods and services. Total earnings from the production of goods and services ആണ് adjusting. So national income equation ആണെന്ന് പറയുന്നത്. So national income ആണ്, national income എന്നാണ് total income by countries residents ആണ്, and income from abroad plus income from abroad
or it is the total earnings from the production of goods and services എന്ന് പറയാം. ഇടത്തരത്തിന് നാഷണൽ ഇൻകം എന്നും പറയാല്ലേ. The total earnings from the production of goods and services ആണ്. പക്ഷെ total money value of goods and services എന്ന് പറഞ്ഞതുകൊണ്ട് എക്സാക്ട് ഡെഫിനിഷൻ വരുന്നത് GNP or GDP ആയതുകൊണ്ട് നമുക്ക് നാഷണൽ ഇൻകത്തിന് ഒഴിവാക്കാം. നാഷണൽ ഇൻകം അല്ല. അതുപോലെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് all goods and services produced by the residents of the country, regardless of whether the production takes place within the country or abroad. So residents of a country, ആ രാജ്യത്ത് തന്നെ താമസിക്കുന്ന ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂവിനെ അല്ലെ മാർക്കറ്റ് വാല്യൂവിനെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും എടുത്തു പറയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് GNP ആവണമെന്നില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് GNP ആവണമെന്നില്ല, പക്ഷെ ആൻസർ കീ പ്രകാരം GNP ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് GDP ആയിക്കൂടെ? എക്കോണമി എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ എക്കോണമി ആയിക്കൂടെ അല്ലെ. നമുക്ക് പറഞ്ഞത് ഒരു കൺട്രിയുടെ എക്കോണമി ആയിക്കൂടെ. സോ അതുകൊണ്ട് ഇവിടെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. GNP വരുമോ GDP വരുമോ എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ പറയില്ല, നമുക്കിവിടെ റെസിഡൻസ് ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് GNP ആണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ GDPക്കാണ് കുറച്ചുകൂടി ഇത് ആപ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ അറിയില്ല, ഇത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആൻസർക്ക് വരുമ്പോൾ നോക്കാം. ഇതാരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാം. GDP is the total money value of all goods and services produced within the borders of the country during a year അല്ലെ. രാജ്യത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെ GDP എന്ന് പറയുന്നത്. എക്സാക്ട് ഡെഫിനിഷൻ വരെ GDPക്കാണ്. GNP എന്ന് പറയുമ്പോൾ റെസിഡൻസ് ഓഫ് എ കൺട്രി എന്ന് എടുത്തു പറയണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ GNP എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെൻഡിങ്ങിലാണ് അല്ലെ. ഇതിലെ ഈ ഒരു ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് GNP ആണോ GDP ആണോ എന്ന് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കേസ് 10th ക്വസ്റ്റ്യൻ വരുന്നത് സപ്പോസ് ഇൻ എ കൺട്രി ദ നോമിനൽ GDP ഫോർ ദി ഇയർ, അതായത് നോമിനൽ GDP നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ റിയൽ GDP എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള GDP ആണ്, 9,000 ആണ്. അങ്ങനെയാണെങ്കിൽ GDP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം GDP ഡിഫ്ലാറ്ററിന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. GDP ഡിഫ്ലാറ്റർ കാണുന്ന ഇക്വേഷൻ ആണ്. GDP ഡിഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ആണ്. GDP ഡിഫ്ലാറ്റർ കാണാനുള്ള ഇക്വേഷൻ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. നോമിനൽ GDP നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്, റിയൽ GDP 9,000 ആണ്. അങ്ങനെയാണെങ്കിൽ GDP ഡിഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ 9,000 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? ആൻസർ 111.11 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ആക്ച്വലി ഈ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഡിസ്കഷൻ പോലും വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് പോകുന്നത്. നമുക്ക് ഈ ടേമുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് ഡെഫിനിഷൻ പ്രകാരം. പക്ഷെ എന്നാലും കണ്ടില്ലേ, ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഓഫ് എ കൺട്രി. അവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ പ്രകാരം എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ളത് എക്കോണമി ഓഫ് എ കൺട്രി എന്ന എക്കോണമി ഓഫ് ഒരു രാജ്യത്തിന്റെ എക്കോണമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ എവിടെ ആയാലും ഒരു സമ്പദ് വ്യവസ്ഥയിലാണല്ലോ പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒബിയസ്ലി അവിടെ റെസിഡൻസ് ഓഫ് അവിടെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഒരു രാജ്യത്ത് ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും വരില്ലല്ലോ. ആ രാജ്യത്തുള്ള റെസിഡൻസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ലേ വരും. സോ അതുകൊണ്ട് അത് GNP ആവോന്ന് ചോദിച്ചാൽ അത് റോങ് ആണല്ലോ. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റെസിഡൻസ് ഓഫ് എ കൺട്രി എന്ന് വരണ്ടേ. ഇതിപ്പോ കോമൺ ആയിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ GNP എന്ന് പറയുന്ന ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമല്ലോ. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ പ്രൊവിഷണൽ ആൻസർക്ക് പറയുന്ന ആൻസർ GNP ആണ്. പക്ഷെ എക്സാക്ട് ആൻസർ ആസ് പെർ മൈ വ്യൂ GDP ആണ്. ഡൗട്ടാണ്, എന്നാലും ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത്യാവശ്യം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ഈ ഒരു ഏരിയ. താങ്ക് യു ഓൾ.